ലിയ കഴിഞ്ഞ ദിവസമേ നമ്മൾ ജിസ്മ വിമലിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. ഇന്നു മുതൽ മരണം വരെ എന്ന് പറഞ്ഞു. ഭയങ്കര നല്ല അടിപൊളി പിക്ചറൈസേഷനൊക്കെ നന്നായിട്ടുണ്ട്, ഭയങ്കര കളർഫുള്ളൊക്കെ ആയിരുന്നു. പക്ഷെ എവിടെയോ എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നി. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സാണ്, കുറേ നാളെ ഞാനൊരു ഫോളോ ചെയ്യുന്നു. അതായത് അവരതിനെപ്പറ്റി സംസാരിക്കുന്നത് ഒരു ഡെലൂഷണൽ ഡിസോർഡർ, സംശയരോഗത്തിനെ കുറിച്ചിട്ടാണ്. തുടക്കമൊക്കെ നല്ല തോന്നി, പക്ഷെ അവസാനമായപ്പോൾ ഒരു കുറവ് പോലെ. എന്നുവെച്ചാൽ അവർ ഒരു ചെറിയൊരു സംശയത്തിനെ കുറിച്ചിട്ടല്ല അവർ പറയുന്നത്, ഒരു രോഗാവസ്ഥയെ കുറിച്ചിട്ടാണ് പറയുന്നത്. പൊസസീവ്നെസ് അല്ല, പൊസസീവ്നെസ്സിനേക്കാളും ഒരു സംശയ രോഗത്തിന്റെ ലെവലിൽ അത് പോകുന്നുണ്ട്. ഒരു അവസാനം വരുമ്പോൾ ഒത്തിരി വയലന്റായി അറ്റാക്കിംഗ് മെന്റാലിറ്റി വരെ അത് പോകുന്നുണ്ട്. അപ്പൊ അതിനെ ഒരു തെറാപ്പി വഴി ബെറ്ററാക്കാമെന്നാണ് അതിൽ പറയുന്നത്. ഒരിക്കലും ഒരു ഡെലൂഷണൽ ഡിസോർഡർ നമുക്ക് തെറാപ്പി മാത്രമായിട്ട് ബെറ്ററാക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. അസുഖാവസ്ഥയാണ്, അതിനെന്തായാലും ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുകയും അണ്ടർ സൂപ്പർവിഷൻ നമ്മൾ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണം. അക്കാര്യം അവർ പറഞ്ഞിട്ടില്ല. അപ്പം അത് ആക്ച്വലി ഇവർ ഭയങ്കര ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ഇൻഫ്ലുവൻസർ കപ്പിളാണ്. അപ്പോൾ അതൊരു മിസ്ഇൻഫർമേഷൻ ആയിപ്പോയി എന്നുള്ളൊരു തോന്നി, എനിക്ക് അങ്ങനെ ഒരു കാര്യം തോന്നി. കാരണം മെഡിസിനും കൂടി ആവശ്യമുണ്ടെന്ന് ഇത് കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായാലാണ് ആൾക്കാർ അതിന് ട്രീറ്റ്മെൻറ്റ് വരുള്ളൂ. അതെല്ലാം തെറാപ്പി വഴി മാത്രം മാറും എന്നുള്ളൊരു ഫോൾസ് ഹോപ്പിലിരുന്നാൽ ചിലപ്പോൾ സൂയിസൈഡോ ഹോമിസൈഡോ വരെ എത്താനൊക്കെ ഉള്ളൊരു പോസിബിലിറ്റി ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇത്രയും സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടി റെസ്പോൺസിബിളായിട്ട് കുറച്ചും കൂടി വലിയ റിസർച്ചൊക്കെ ചെയ്തിരുന്നെങ്കിൽ തെറ്റ് പറ്റില്ലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഒരു എന്തായാലും ഒരു കൊളാബറേഷനാണ്, അവരുടെ ഒരു സൂപ്പർവിഷൻ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊരു കുറവ് പോലെ എനിക്ക് തോന്നി, നോട്ടക്കുറവ് പോലെ തോന്നി.